സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തിങ്കിങ് പ്രോസസ് ആണ് അല്ലേ? നമുക്കിങ്ങനെ ക്യൂരിയോസിറ്റി വേണം. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അൺനോൺ വസ്തുക്കളെ കുറിച്ച് എന്താണ് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വസ്തുക്കളെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഗ്രേഡ് 7 വരുമ്പോൾ നമ്മൾ എന്താണ് കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ പറ്റണം. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നേച്ചറിൽ ഈ കാണുന്ന പാറ്റേൺസ് എന്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? എങ്ങനെയാണ് പഠിക്കേണ്ടത്? അങ്ങനെയുള്ള ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം അല്ലേ? ഇതിന് ക്ലാസ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കണം. നമ്മൾ പുസ്തകം മാത്രം നോക്കാതെ നമ്മൾ എന്താണ് പുറത്തേക്ക് പോയി ഇങ്ങനെ ഒബ്സർവ് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. വി ഷുഡ് ഡു ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പെരിമെന്റ്. ഇത് ഫണ്ണായിട്ട് എടുക്കുക, യൂസ്ഫുൾ ആകുകയാകണം. ഇതുകൊണ്ട് എൻവയോൺമെന്റ് ആൻഡ് നമ്മുടെ അവർ വേൾഡ് എന്താണ് ബെറ്റർ ആക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സയൻസ് പഠിക്കുന്നത് വെറും ഒരു ഡിസ്കവറിക്ക് മാത്രം